ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. സാമ്പത്തിക പരാതിയിൽ തന്നെ കസ്റ്റഡിയിലെടുത്തത് രാത്രിയിൽ വാതിൽ കുത്തിത്തുറന്നെന്ന് അഭിലാഷം സിനിമാ സംവിധായകൻ ഷംസുദ്ദീൻ. വീട്ടിൽ അതിക്രമിച്ച് കയറി അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എന്താണെന്നും ഷംസുദ്ദീൻ ചോദിച്ചു. പോലീസ് വീട്ടിലെത്തുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഇതാണ് ആ ദൃശ്യങ്ങൾ. വീട്ടിൽ രാത്രിയിൽ വാതില് തുറന്നു വരികയാണ് ഉദ്യോഗസ്ഥര്. ആദിൽ പാലോടുണ്ട്. ആദിൽ പാലോട്, അത് ശരിയാണല്ലോ. നമുക്ക് ആ പ്രതികരണം കൂടി ഒന്ന് കേട്ടിട്ട് വരാം. ഇന്നൊരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തന്നെ കിട്ടേണ്ട ഒരാളായിരുന്നു, അത് അർഹതപ്പെട്ട ഒരാളായിരുന്നു. ഈ വഞ്ചനാ കുറ്റം അതുപോലെ എനിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളെല്ലാം അല്ലെങ്കിൽ പരാതികളെല്ലാം തീർത്തും വ്യാജമാണ് എന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല. അപ്പം നിയമപരമായിട്ട് അതിനെ നേരിടുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ. അത് ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഒബ്വിയസ്ലി സിനിമയിൽ കുറേ പേരുടെ പേയ്മെൻറ്റ്സ് പെൻഡിങ് ഇപ്പോഴും ഉണ്ട്. അതൊക്കെ കൂട്ടിയിട്ടാണോ കുറച്ചിട്ടാണോ ഈ കോസ്റ്റ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് പോലും എനിക്കറിയില്ല. TDSകളൊന്നും അടച്ചിട്ടൊന്നുമില്ല നമ്മുടെ അറിവിൽ. സിനിമയുടെ മേജർ ടെക്നീഷ്യൻസിനെല്ലാം പേയ്മെൻറ്റ് പെൻഡിങ് ആണ്. ഇത് ആദിൽ പാലോട് ശരിയാണല്ലോ. ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒരു സിനിമാ സംവിധായകനെ ഇന്നലെ രാത്രിയിൽ വാതിലിങ്ങനെ തട്ടിപ്പൊളിച്ച് ഉള്ളിൽ കയറി പിടികൂടേണ്ട കാര്യമില്ല അല്ലേ? അത് സ്വാഭാവികമായും അയാളുടെ അടുത്ത് പറഞ്ഞാൽ അയാൾ പോലീസ് സ്റ്റേഷനിൽ വരും. അയാൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാതിരിക്കുകയാണോ ചെയ്തത്? ഒളിച്ചങ്ങാണ്ട് താമസിക്കുകയായിരുന്നു. ആദിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്നോടൊപ്പം ഷംസുദ്ദീൻ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അരുൺകുമാർ അദ്ദേഹത്തെ ഒരു തവണ പോലീസ് വിളിച്ചിരുന്നു. പോലീസ് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നത്, ഇയാൾ മറുപടിയും കൊടുത്തിരുന്നു, എനിക്ക് തൽക്കാലം ഞാനൊരു സിനിമാ ചിത്രീകരണവുമായി ഒരു തിരക്കിലാണ്, ഞാൻ എത്തിയ ശേഷം സ്റ്റേഷനിൽ ഹാജരാകാം എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ രാത്രി വന്ന് ഈ കുത്തിപ്പൊളിച്ച് കയറേണ്ട കാര്യം എന്തായിരുന്നു എന്നാണ് ഷംസുദ്ദീൻ ചോദിക്കുന്നത്. ഷംസുദ്ദീൻ എന്നോടൊപ്പം ഉണ്ട്. രാത്രി എങ്ങനെയായിരുന്നു പോലീസിന്റെ ഒരു രീതി? എന്നെ 15-ാം തീയതി വൈകിട്ട് മാത്രമാണ് പോലീസിൽ നിന്ന് ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത്. 4-ാം തീയതി FIR ഇട്ട കേസാണ്. സ്വാഭാവികമായിട്ടും നമ്മളൊരു ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 18-ാം തീയതി ആ ജാമ്യം പരിഗണിക്കാനിരിക്കുവാണ്. 15-ാം തീയതി വൈകിട്ട് വിളിക്കുമ്പോൾ ഞാനൊരു ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 16-ാം തീയതി എനിക്ക് ഷൂട്ടുള്ളതാണ്. പോലീസിനോട് ഞാൻ പറഞ്ഞു 16-ന് ഷൂട്ടാണ്, തിരിച്ചെത്തിയതിന് ശേഷം ഞാൻ തിരിച്ച് വിളിച്ചിട്ട് സാറിനെ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. പോലീസിന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് പറഞ്ഞു. ഈ വാതിൽ കുത്തിപ്പൊളിക്കേണ്ട ഒരു സാഹചര്യം, ആ സാഹചര്യം എന്തായിരുന്നു ഇന്നലെ രാത്രി? ഞാൻ എണീക്കുന്നത് എൻ്റെ ഫ്ലാറ്റിൻ്റെ പുറത്ത് വാതിൽ തട്ടി വിളിച്ച് ബെല്ലടിച്ച് നിരന്തരം ബെല്ലടിക്കുന്നു, തട്ടി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. പോലീസാണെന്ന് മനസ്സിലാവുന്നു. സ്വാഭാവികമായിട്ടും ഞാനൊരു സാധാരണക്കാരനായിട്ടുള്ള ആളാണ്. എന്നെ ഫ്ലാറ്റിൽ വന്ന് അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള വകുപ്പുകളൊന്നും ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എൻ്റെ ചെറിയ സുഹൃത്തുക്കൾ, രാഷ്ട്രീയ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് അറിയാൻ പറ്റിയത്, അവർക്ക് ജാമ്യം കിട്ടുന്നതിന് മുമ്പേ എന്നെ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നുള്ളൊരു ഉയർന്ന സമ്മർദ്ദം ഏതോ ഭാഗത്തു നിന്ന് രാഷ്ട്രീയപരമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ അതൊന്നും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് രാത്രി ഒരു ഈ സംസാരങ്ങളൊക്കെ നിങ്ങൾ അകത്ത് ആളുകളെ വിളിക്കുന്നതിന്റെ ഇടയിൽ പോലീസ് കുത്തി അകത്ത് ഞാൻ റൂമിനകത്ത് വാതിൽ അടച്ചിരിക്കുമായിരുന്നു. ഫ്രണ്ട് ഡോർ, ഹാളിന്റെ ഫ്രണ്ട് ഡോർ ലോക്ക് പൊളിച്ച് അകത്ത് കയറി, റൂമിന്റെ ഡോറും അകത്ത് കയറി. ഞാനത് എൻ്റെ സുഹൃത്തിന് നിർദ്ദേശപ്രകാരം ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ശരിക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യവും പോലീസിനില്ല. നിങ്ങൾ അങ്ങനെ ഒരു കുറ്റം ചെയ്ത ആളല്ല എന്നാണോ പറയുന്നത്? എനിക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എൻ്റെ പേരിൽ ഇതിനു മുമ്പ് കേസുകളൊന്നുമില്ല. എന്നെ വിളിച്ചത് 15-ാം തീയതി മാത്രമാണ്. 16-ാം തീയതി ഞാൻ ഷൂട്ട് ചെയ്തതിന്റെ തെളിവുകളുണ്ട്. തിരിച്ചെത്തിയതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസിന്റെ ഭാഗത്ത് നിന്ന് പോലീസ് ഇന്നലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതിന് മുമ്പ് ഷംസുദ്ദീനെ പിടിക്കണം എന്നൊരു ഉദ്ദേശം പോലീസിനുണ്ടായത്. അതിന് രാത്രി കയറി പിടിച്ചത് എന്നാണ് ഷംസുദ്ദീൻ പറയുന്നത്. മറ്റൊരു ഗുരുതരമായ ആരോപണം കൂടി പറയുന്നത്, രാഷ്ട്രീയ സമ്മർദ്ദം ഇതിനുമേൽ ഉണ്ട് എന്നുള്ളതാണ്. CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ മരുമകളുടെ സഹോദരിയാണ് ഈ നിർമ്മാതാവ്. അതുകൊണ്ടാണ് പോലീസ് ഈ വിധത്തിൽ കുറച്ച് ജാഗ്രത കാണിക്കുകയും ധൃതിപ്പെട്ടതും എന്ന് ഷംസുദ്ദീൻ ആരോപിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആരോപണം കൂടിയുണ്ടോ? എനിക്ക് ഇവർ തമ്മിലുള്ള ബന്ധം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ശ്രീ സഖാവ് MA ബേബി നമ്മുടെ ലൊക്കേഷൻ വിസിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഉയർന്ന രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. CMന്റെ ഓഫീസിനടക്കം പോലീസിന് വിളി പോയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കാരണം എന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം പോലീസിനോട് എന്നുള്ള സമീപനം വളരെ നല്ലതായിരുന്നു. കാരണം ഞാൻ വളരെ കോപ്പറേറ്റ്
ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവരോട് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും എൻ്റെ നിരപരാധിത്വം കൃത്യമായി. രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായി എന്നാണ് കരുതുന്നത്? ഉറപ്പായിട്ടും പോലീസ്, ഞാൻ 24 മണിക്കൂർ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നല്ലോ. അവിടെ നടക്കുന്ന കാര്യങ്ങളും സംഭാഷണങ്ങളൊക്കെ എനിക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്യാൻ മാത്രം ഒരു വലിയ പ്രതിയാണ്. എന്തെങ്കിലും അങ്ങനെ ഒരു പ്രതിയാണോ എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആൻസരിക ആന്റണി എന്ന നിർമ്മാതാവ് കൊടുത്ത പരാതിയിലാണ് ശംസുദ്ദീനെ അറസ്റ്റ് ചെയ്യുന്നത്. ആ പരാതിയിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2.25 കോടി രൂപ ചെലവ് പറഞ്ഞ സിനിമയ്ക്ക് 3.25 കോടി രൂപ ചെലവായി. അങ്ങനെ ഹാർഡ് ഡിസ്കുകൾ നിങ്ങൾ കട്ടെടുത്തു, കൈവശപ്പെടുത്തി എന്നതൊക്കെയാണ് ആരോപണം. ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ? പരാതിയിൽ കഴമ്പുണ്ടോ? പരാതി തീർത്തും വ്യാജമായിട്ടുള്ള കാര്യമാണ്. ബജറ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയില്ല. പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു അതിന്റെ കാര്യങ്ങളാണ് ഡീൽ ചെയ്തിരുന്നത്. മുമ്പ് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ തർക്കം ഉണ്ടായപ്പോൾ ഇവർ അവകാശപ്പെടുന്നത് 5.5 കോടി ചെലവായിട്ടുണ്ട്. മുമ്പ് തർക്കം ഉണ്ടായിരുന്നോ ഈ നിർമ്മാതാവും നിങ്ങളും? സിനിമയിൽ ഉടനീളം ഞങ്ങൾ തമ്മിൽ തർക്കത്തിലായിരുന്നു. ആൻസരികയും ശങ്കർദാസ് എന്ന് പറയുന്ന നിർമ്മാതാവും നമ്മളും തമ്മിൽ എല്ലാ ടെക്നീഷ്യൻസുമായിട്ടും താരങ്ങളുമായിട്ടും ഒക്കെ തർക്കങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾക്ക് എല്ലാവരുടെയും പേയ്മെന്റ്സുകൾ തരാനുണ്ട്. ഈ സിനിമയുടെ ശമ്പളം കിട്ടാത്ത ഒരുപാട് ടെക്നീഷ്യൻസും താരങ്ങളും ഉണ്ട്. അതിന്റെ പേരിലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിനിമ ഒന്നാമത്തെ ദിവസം ഉറപ്പായിട്ടും വ്യക്തിവൈരാഗ്യമുണ്ട്. നമ്മളെ നാറ്റിക്കും നാണം കെടുത്തും നിങ്ങളുടെ കരിയർ ഇല്ലാതാക്കുന്നു പലതവണ ഈ പ്രൊഡ്യൂസർ മുൻപേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സിനിമ റിലീസായി 1 വർഷം കഴിഞ്ഞിട്ടാണ് ഈ കെട്ടിച്ചമച്ച രേഖകളും കഥകളും കൊണ്ട് വരുന്നത് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു കാര്യം. ഏതായാലും പ്രധാനപ്പെട്ട കാര്യമാണ് അരുൺകുമാർ. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസാണ് കേസെടുത്തിരുന്നത്. ഏതായാലും കേസെടുത്ത് ദിവസങ്ങൾ കഴിഞ്ഞാണ് ശംസുദ്ദീനോട് ഇക്കാര്യം പറയുന്നത്. പറഞ്ഞപ്പോൾ തന്നെ താൻ ഹാജരാകാം എന്ന മറുപടിയാണ്, വന്ന് ഹാജരാകാം ഈ ചിത്രീകരണം കഴിഞ്ഞ ശേഷം എന്ന മറുപടി നൽകി. മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള രാത്രിയിലെത്തി പോലീസ് ഫ്ളാറ്റിലേക്ക്, കാക്കനാട് ഫ്ളാറ്റിലാണ് താമസിച്ചിരുന്നത്. കാക്കനാട്ടെ ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി അറസ്റ്റ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത്. ഇതിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. അതുകൊണ്ടാണ് ഈ രൂപത്തിലൊരു പോലീസ് അതിനിപ്പോ ആരുടെ സഹോദരിയാണെങ്കിലും പോലീസ് ഇങ്ങനെയാണോ പെരുമാറുന്നത്?